ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും ഇടതുപക്ഷത്തിനും വിജയപ്രതീക്ഷ വളരെയേറെയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. സി ദിവാകരനായിരുന്നു അന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. ഇക്കുറി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എത്തുന്നത് പന്ന്യൻ രവീന്ദ്രനാണ്. പന്ന്യൻ രവീന്ദ്രന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ശക്തമായ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്ന് ശശി തരൂർ പറയുന്ന സാഹചര്യത്തിലും തിരുവനന്തപുരത്ത് യാതൊരു തരത്തിലുള്ള ത്രികോണ മത്സരവും നടക്കുന്നില്ല. അവിടെ ഇടതുപക്ഷവും UDFും തമ്മിലാണ് മത്സരമെന്നാണ് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത്. ഈ 99 സീറ്റുമായി ഇടതുപക്ഷം അധികാരത്തിൽ വന്നതാണ്. അതൊട്ടും മറക്കരുത്. ആ ഇടതുപക്ഷത്തിൻ്റെ 1-ാം സ്ഥാനം അന്നാണ്. 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം അന്ന് നമുക്കുണ്ട്. 7-6 മണ്ഡലം നമ്മൾ ജയിച്ചതാണ്. ആ ഭൂരിപക്ഷം നമ്മുടെ കയ്യിലിപ്പുണ്ട്. 1-ാം സ്ഥാനത്ത് നമ്മളാണ്, 2-ാം സ്ഥാനത്ത് UDF ആണ്, 3-ാം സ്ഥാനത്ത് BJP ആണ്. ഈ മത്സരത്തിൽ ഇപ്പം പ്രധാനമായും നടക്കുന്നത് LDF UDF തമ്മിലുള്ള മത്സരമാണ്. ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമാണ്, നമുക്ക് ജനങ്ങളുടെ വിശ്വാസമാണ്. തെരഞ്ഞെടുപ്പ് തീരുമാനമാവുമെന്ന പ്രതീക്ഷ. ഇടതുപക്ഷത്തിന് തിരുവനന്തപുരത്ത് വിജയപ്രതീക്ഷയുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഘടകങ്ങൾ? 1. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവളമൊഴികെ 6 നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിച്ചു നിന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ആ വിജയം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം. 2005 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി അന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചതും പന്ന്യൻ രവീന്ദ്രനായിരുന്നു. 51-ൽ കൂടുതൽ ശതമാനം വോട്ടുകളിലായിരുന്നു അന്ന് പന്ന്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചു വന്നത്. ഇക്കുറിയും ആ വിജയം ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസം ഇടതുപാളയങ്ങളിൽ ശക്തമായി തന്നെയുണ്ട്. 4 വർഷം മാത്രം MP ആയിരുന്ന പന്ന്യൻ രവീന്ദ്രൻ 4 വർഷം കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. 2005 മുതൽ 2009 വരെ പന്ന്യൻ രവീന്ദ്രൻ എന്ന ഇടതുപക്ഷ MP നടത്തിയ വികസനങ്ങൾ തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം മുൻപോട്ട് വയ്ക്കുന്ന കരുത്ത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ പന്ന്യൻ രവീന്ദ്രന്റെ ജന്മസ്ഥലം കണ്ണൂരാണെങ്കിൽ പോലും ഹൃദയം കൊണ്ട് തിരുവനന്തപുരത്തുകാരനാണ് പന്ന്യൻ രവീന്ദ്രൻ. സാധാരണ ജീവിതം നയിക്കുന്ന, പാർട്ടി ഓഫീസുകളിൽ അന്തിയുറങ്ങുന്ന, സാധാരണക്കാരനിൽ സാധാരണക്കാരനായി ജീവിച്ചു പോരുന്ന ഒരു സ്ഥാനാർത്ഥി, ഒരു നേതാവ്, അത് തന്നെയാണ് പന്ന്യൻ രവീന്ദ്രൻ. നാളിതുവരെ നടത്തിയ വികസനവും ആദർശവും നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന രീതിയും തന്നെയാണ് പന്ന്യൻ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാന കാര്യങ്ങൾ. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ 40 വർഷമായി തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ആളാണ്. ഈ തിരുവനന്തപുരത്ത് നിങ്ങൾ എങ്ങനെ തിരുവനന്തപുരത്തെക്കുറിച്ച് അപഗ്രഥനം നടത്തിയാലും ഈ നാട്ടിൻ്റെ ഓരോ ചലനവും എനിക്കറിയാം. എലൈറ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് കസർത്ത് നടത്തിയിട്ട് കാര്യമില്ല. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ മിക്സഡ് ജനറേഷനുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വലിയ റോയലായിട്ടുള്ള ഫാമിലിയുണ്ട്, മിഡിലുണ്ട്, അതുപോലെ പിന്നെ ലോ ക്ലാസ് ഉണ്ട്, എല്ലാം കൂടി ചേർന്ന സ്ഥലമായത്. അതുകൊണ്ട് എലൈറ്റ് പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് ഭാഷയിൽ നമുക്ക് കൂടുതൽ കൊണ്ടുപോകാം. പക്ഷേ ഇവിടെ അതല്ല സ്ഥിതി. ഈ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെടുന്ന ഒരു വലിയ ജനവിഭാഗം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തെ ജനങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ച് നല്ലോണം അറിയാം. അവർക്ക് നല്ല വിവേകമുണ്ട്, നല്ല വിജ്ഞാനമുണ്ട്, അവർ ബുദ്ധിശക്തി ഉള്ളവരാണ്, എല്ലാം നേരിൽ കാണുന്നവരാണ്. അവരെ നന്മയെ സ്വീകരിക്കും, തിന്മയെ പൊറുന്നള്ളും. ഇവിടുത്തെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ റിയൽ പൊളിറ്റിക്സ് ഇവിടെയുള്ള സ്ഥലമാണ്. അതിൽ നിങ്ങൾ ഭാഷാന്തരിയെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 1. പന്ന്യൻ രവീന്ദ്രൻ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി എടുത്തു പറയുന്നുണ്ട്, ഇവിടെ ത്രികോണ മത്സരത്തിന് ഇടമില്ല. ഇവിടെ LDFും UDFും തമ്മിലാണ് മത്സരം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എന്താണോ സംഭവിച്ചത് അത് ലോക്സഭയിലും സംഭവിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും ആത്മവിശ്വാസം. എന്തായാലും ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം തന്നെ വിജയിക്കും. അതിൽ മുൻപന്തിയിൽ ഉണ്ടാകുക തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമായിരിക്കും എന്ന ഉറപ്പ് പന്ന്യൻ രവീന്ദ്രനും പാർട്ടിക്കും ഉണ്ട്.